നമസ്കാരം. തിങ്കളാഴ്ച നല്ല ദിവസം. ഈ വരുന്ന തിങ്കളാഴ്ച കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി ശ്രീ വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്നു. മുന്നോട്ടുള്ള പാത എങ്ങനെ? മുള്ളും പറക്കാരയും പവിഴമുത്തും ചേർന്ന വഴികളാണോ അദ്ദേഹത്തിന് മുന്നിലുള്ളത്? അതോ തീർത്തും പ്രതിരോധത്തിലാവുന്ന വി.ഡി. സതീശനെ കാണേണ്ടി വരുമോ? സംഘടനയ്ക്കുള്ളിലും സംഘടനയ്ക്ക് പുറത്തും പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ സതീശനെ തേടി വരുന്നു. ജനകീയ പിന്തുണ കൊണ്ട്, പുതിയ പ്രവർത്തന ശൈലി കൊണ്ട് ഒരു പുതുയുഗം സൃഷ്ടിക്കാൻ വി.ഡി. സതീശന് കഴിയുമോ? നമുക്ക് അന്വേഷിക്കാം. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കപ്പെട്ട ഉടനെ നടത്തിയ പത്രസമ്മേളനത്തിൽ പത്രക്കാരോടായി സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. താൻ ഒരു പുതിയ പന്ഥാവ് വെട്ടിത്തുറക്കും, പുതിയൊരു പ്രവർത്തന രീതിയായിരിക്കും, നാളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ശൈലി, പുതിയ രീതി, ഇതാണ് പുതുയുഗം. അത് ശ്രീ വി.ഡി. സതീശൻ്റെ കൂടെ ആശയമാണ്. പുതുയുഗ യാത്ര നടത്തി കോൺഗ്രസിൻ്റെ സംവിധാനത്തെ, സംഘടനാ സംവിധാനത്തെയും അണികളെയും എല്ലാം ഉദ്ദീപിപ്പിച്ച് അത് സമാപിച്ച സമയത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്. ഗ്രൂപ്പ് ഡാൻസ് അല്ല ഇവിടെ വേണ്ടത്. ഇവിടെ സിംഗിൾ ഗ്രൂപ്പ് ഡാൻസ് നടക്കുമ്പോൾ സിംഗിളായി മാറി നിന്ന് ഡാൻസ് ചെയ്യരുത് എന്നെല്ലാവരോടും ഉപദേശിച്ചു. പക്ഷേ ആ ഉപദേശം എത്രത്തോളം കേൾക്കും? ബധിര കർണപുടങ്ങളിലാണോ ഈ ഉപദേശം വന്ന് വീഴുന്നത്? നമുക്ക് പരിശോധിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാവും CLP, കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി, 63 അംഗങ്ങളുള്ള CLPയുടെ ഇനിയുള്ള നീക്കങ്ങൾ എന്താവും? 2, ഘടകകക്ഷികൾ ഇപ്പോൾ വി.ഡി. സതീശന് പൂർണ്ണ പിന്തുണയുമായി നിൽക്കുകയാണ്. കാര്യം വരുമ്പോൾ, മന്ത്രിസ്ഥാനം ഉൾപ്പെടെ, വകുപ്പുകൾ ഉൾപ്പെടെ വരുമ്പോൾ എങ്ങനെയാണ് ഇവർ പ്രതികരിക്കാൻ പോകുന്നത്? രണ്ടാമത്തെ ചോദ്യം. ഹൈക്കമാൻഡിൽ നിന്നുള്ള പിന്തുണ ഏത് രൂപത്തിൽ? KC വേണുഗോപാൽ എന്ന വ്യക്തിയും ഇപ്പോഴത്തെ അതർ ഹൈക്കമാൻഡ് എങ്ങനെയാണ് കേരളത്തിൻ്റെ ഭരണത്തെ ഒരു ബാലൻസിങ് ആക്ട് എന്ന നിലയിൽ പല താല്പര്യങ്ങളും സംരക്ഷിക്കണമല്ലോ, എങ്ങനെ മുന്നോട്ട് പോകും? കേരളത്തിൻ്റെ ഖജനാവ് പൂച്ച പെറ്റ് കിടക്കുകയാണ്. സതീശൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവിൽ തളിർനാൽ നാമ്പുകൾ, പണത്തിൻ്റെ, രൂപയുടെ തളിർനാമ്പുകൾ പൊട്ടിക്കിളുക്കുമോ? നമുക്ക് ഇതെല്ലാം തന്നെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. CLP ആണല്ലോ ആദ്യത്തെ കടമ്പ. CLPയിൽ കൃത്യം 63 അംഗങ്ങളാണുള്ളത്. അതുപോലെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഈ സ്വതന്ത്രന്മാരുമുണ്ട്. 2-3 പേര് സ്വതന്ത്രന്മാരായി ഉണ്ട്. G. സുധാകരനും കുഞ്ഞികൃഷ്ണനും അതുപോലെ ഗോവിന്ദനും, TK ഗോവിന്ദനുമെല്ലാം ഒരുപക്ഷെ ഈ പിന്തുണയ്ക്കുന്ന ആളുകളാണ്. അതോടൊപ്പം ഘടക കക്ഷികളും എല്ലാം ചേരുന്ന ഒരു സംവിധാനം. അതിൽ CLPയിൽ 63 പേരിൽ 47 പേരുടെയെങ്കിലും പിന്തുണ തീർച്ചയായും KC വേണുഗോപാലിനാണ്. അതൊരു വസ്തുതയാണ്. കോൺഗ്രസിൻ്റെ രീതിശാസ്ത്രം വെച്ച് പരിശോധിച്ചാൽ ഹൈക്കമാൻഡ് ആരെയാണോ തീരുമാനിക്കുന്നത് ആ വ്യക്തിയിലേക്ക് പിന്നീട് ഗാൽവനൈസ് ചെയ്യപ്പെടുകയാണ്. നോക്കൂ, കേരളത്തിൽ മലബാർ മേഖലയിൽ വലിയ വേരോട്ടമുള്ള പ്രസ്ഥാനമായി കോൺഗ്രസിനെ സമീപകാലത്ത് വളർത്തിയെടുത്തതിൽ വൺ മാൻ കോൾഡ് ഷാഫി പറമ്പിൽ ഹാഡ് ദി റോൾ. ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ്, തിളങ്ങുന്ന വ്യക്തിത്വമാണ്. വി.ഡി. സതീശനോടൊപ്പമായിരുന്നു മിസ്റ്റർ ഷാഫി പറമ്പിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ ഇടം വലം നിന്ന് വി.ഡി. സതീശനെ കൊണ്ട് നടന്നതവരാണ്. സതീശൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലവകുശന്മാരായിരുന്നു, അല്ലെങ്കിൽ രാമലക്ഷ്മണന്മാരെ പോലെ തന്നെയാണ് സതീശനും ഷാഫി പറമ്പിലും മുന്നോട്ട് പോയത്. എങ്ങനെയാണ് പെട്ടെന്ന് ഷാഫി പറമ്പിൽ മറുകണ്ഠം ചാടി KC വേണുഗോപാലിൻ്റെ പക്ഷത്തേക്ക്, അല്ലെങ്കിൽ KCക്ക് വേണ്ടിയുള്ള മുന്നണി പോരാളിയായി മാറിയത്? നോക്കൂ, സംഘടനയുടെ ചുമതലയുള്ള വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് ഷാഫി പറമ്പിൽ. AP അനിൽകുമാർ തീർച്ചയായും മുൻപ് തന്നെ KC പക്ഷത്ത് തന്നെയാണ്. KC വേണുഗോപാലിനോട് അടുത്ത് നിൽക്കുന്ന ആളാണ്, മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. മുൻ A ഗ്രൂപ്പ് നേതാവായ കുണ്ടറ MLA കൂടായ PC വിഷ്ണുനാഥ് എക്കാലത്തും A ഗ്രൂപ്പിൻ്റെ മുഖമായിരുന്നു. ഇപ്പോൾ A ഗ്രൂപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് KC പക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ആളാണ്. മാത്രമല്ല KPCC പ്രസിഡന്റ്, സാക്ഷാൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്
എന്തു വന്നാലും ഹൈക്കമാൻഡിൻ്റെ ഹാൻഡ് പിക്ഡ് ചോയ്സ് ആണല്ലോ. അതുകൊണ്ട് ഹൈക്കമാൻഡ് പക്ഷം എന്ന് പറഞ്ഞാൽ അത് KC പക്ഷമെന്നായിരുന്നു ഏതാനും മണിക്കൂർ മുമ്പ് വരെയുള്ള നില. അങ്ങനെയെങ്കിൽ KC പക്ഷം ഹൈക്കമാൻഡ് പക്ഷമായി കണ്ടുകൊണ്ട് ഇവരെല്ലാം തന്നെ KC പക്ഷത്തെ ശക്തമായി നിലയുറപ്പിച്ചു. അതിൽ KPCC പ്രസിഡന്റ് MLA ആണ്, ഷാഫി പറമ്പിൽ MLA അല്ല, MP ആണ്. അതേസമയം AP അനിൽകുമാർ MLA ആണ്. ഒരുപക്ഷെ മന്ത്രിസ്ഥാനത്തേക്ക് തീർച്ചയായും പരിഗണിക്കപ്പെടുന്ന ആളാണ്. PC വിഷ്ണുനാഥ് MLA ആണ്. അപ്പോൾ ഈ കേരളത്തിൻ്റെ സംഘടന ചലിപ്പിക്കുന്ന 4 പേരിൽ ഒരു പ്രസിഡന്റും 3 വർക്കിംഗ് പ്രസിഡന്റുമാരും, അതിൽ 3 പേരും MLA മാരാണ്. എല്ലാവരും തന്നെ KC പക്ഷത്ത് നിൽക്കുന്നു. അവർ ഇനി കളം മാറി ചവിട്ടുമോ? ഇപ്പോഴും KC തന്നെയാണ് സംഘടനയിൽ ശക്തൻ. KC സംഘടനാകാര്യ ചുമതലയുള്ള കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. പ്രോട്ടോകോൾ അനുസരിച്ച് വരുമ്പോൾ സംഘടനയ്ക്കുള്ളിൽ VD സതീശനേക്കാൾ വളരെയധികം തലപ്പൊക്കത്തിലാണ് ഇപ്പോഴും KC വേണുഗോപാൽ. ആ പദവിയിൽ മാറ്റം ഉണ്ടാകുന്നത് വരെ KC പക്ഷത്ത് തന്നെ ഉറച്ചു നിൽക്കുകയും KC വേണുഗോപാൽ പുറമേ പറയുന്നതെല്ലാം മാറ്റിവെച്ച് അടിപ്പാരയുമായി ഇറങ്ങുമെന്ന് തെളിയിക്കാൻ എൻ്റെ കൈവശം തെളിവുകളൊന്നുമില്ല. അങ്ങനെ ഇറങ്ങാനുള്ള സാഹചര്യമുണ്ട്. കാരണം അദ്ദേഹം അത്രയധികം ആഗ്രഹിച്ച മുഖ്യമന്ത്രി പദമാണ്. കപ്പിനും ചുണ്ടിനുമിടയിൽ ജനകീയ പ്രതിഷേധത്തെ തുടർന്നുകൊണ്ട്, ഒരുപക്ഷെ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തെ തുടർന്നുകൊണ്ട്, അതൊക്കെ ആരോപണങ്ങളാണ്, അല്ലെങ്കിൽ അതൊക്കെ നിഗമനങ്ങളാണ്, മറ്റു പല കാരണങ്ങളും ഉണ്ടാകാം മാറിപ്പോയത്. അവിടെ എങ്ങനെയാണ് KC പക്ഷത്തിപ്പോഴും നിലയുറപ്പിക്കാൻ സാധ്യതയുള്ള MLA മാർ പ്രതികരിക്കാൻ പോകുന്നത്? ശക്തമായ വിലപേശൽ ഉണ്ടാവില്ലേ? മന്ത്രിസ്ഥാനത്തിന് വേണ്ടി 8 സ്ഥാനത്തിന് വേണ്ടിയെങ്കിലും പിടിമുറുക്കില്ലേ? 20 മന്ത്രിമാരല്ലേ വേണ്ടത്? അതിൽ ഘടകകക്ഷികൾക്കെല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം മുസ്ലിം ലീഗിന് 4 or 5 മന്ത്രിമാർ, കേരള കോൺഗ്രസിന് 1 or 2 മന്ത്രിമാർ, RSPക്ക് ഒരു മന്ത്രിയെ കൊടുക്കേണ്ടി വരും. റൊട്ടേഷൻ വ്യവസ്ഥയിലോ അല്ലാതെയോ പരിഗണിക്കേണ്ടി വരും. CMPയെ പരിഗണിക്കേണ്ടി വരും. KK രമയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞാലും ഒരുപക്ഷെ ഒരു ടേം വ്യവസ്ഥയിൽ പരിഗണിക്കേണ്ടി വരും. ഒരുപക്ഷെ മാണി C കാപ്പനെ പരിഗണിക്കേണ്ടി വന്നേക്കാം. G സുധാകരനെ പരിഗണിക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല. ഒരു സിംബോളിക്കായി ഒരാൾ വേണ്ടി വന്നാൽ ഒരുപക്ഷെ പരിഗണിക്കാം. അങ്ങനെ പല രീതിയിലും പരിഗണന കഴിഞ്ഞതിന് ശേഷം പരമാവധി കോൺഗ്രസ് പാർട്ടി കിട്ടാൻ സാധ്യതയുള്ളത് 11 പേരാണ്. അതിൽ VD സതീശൻ, ഒരു മുഖ്യമന്ത്രിയുടെ പ്രൊറോഗറ്റീവ് എന്താണ്? തന്നെ അനുകൂലിക്കുന്ന മുഖ്യമന്ത്രിയാണ്. The primus inter pares, first among equals. He is the pivot around which the entire cabinet revolves. അച്ചുതണ്ട് ശക്തിയാണ്. അദ്ദേഹത്തിന് മന്ത്രിമാരെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ടാവണം. ഒറ്റക്കെട്ടായി പോകേണ്ടതാണ്. The cabinet swims together and sings together. ഒരുമിച്ച് നീന്തുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് നീന്താനാവില്ല, ഒരുമിച്ചാണ്. ക്യാബിനറ്റിൽ എന്ത് തീരുമാനം എടുക്കാം, എന്ത് രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്താം, പക്ഷേ അവസാന വാക്ക് മുഖ്യമന്ത്രിയുടേത്, കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയുടേത്. അതാണ് ക്യാബിനറ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. അവിടെ VD സതീശന് ചെക്ക് വയ്ക്കാൻ മറുപക്ഷത്ത് നിന്ന്, KC പക്ഷത്ത് നിന്ന് 8 മന്ത്രിമാരുണ്ടായാൽ, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ ഉണ്ടായി, രമേശ് ചെന്നിത്തല രംഗത്തില്ല എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ അതിശക്തനായ ഒരു ആഭ്യന്തരമന്ത്രി കൂടി വരികയും സംഘടനയുടെ പിൻബലം, KCയുടെ ഉൾപ്പെടെ പിൻബലം അദൃശ്യമായി ലഭിക്കുകയും ഒരു വലിയ ഗ്രൂപ്പിൻ്റെ പിൻബലം ലഭിക്കുകയും ചെയ്താൽ ഒരു ഗ്രൂപ്പായി വരുമോ? VD സതീശൻ ഗ്രൂപ്പെന്നും മറ്റൊരു ഗ്രൂപ്പെന്നും, അല്ലെ ഹൈക്കമാൻഡ് ഒരു പക്ഷേ ഇടപെടില്ല, അല്ലെങ്കിൽ KC വേണുഗോപാൽ ഗ്രൂപ്പെന്നും ഉള്ള ഗ്രൂപ്പുകൾ വരുമോ? ചെന്നിത്തല ഗ്രൂപ്പ് ഉണ്ടാകുമോ? ഗ്രൂപ്പ് കാലഘട്ടം കുഴിച്ചു മൂടിയ കോൺഗ്രസ് മന്ത്രിസഭാ രൂപീകരണ വേളയിൽ തന്നെ ഗ്രൂപ്പ് കളിയിലേക്ക് നീങ്ങുമോ? അശുഭകരമായ ചിന്തയാണ്. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. കേരളത്തിൻ്റെ നന്മയ്ക്കായി അങ്ങനെ ഒന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനാവൂ. അതാണ് ഒരു കടമ്പ. രണ്ടാമത്തെ കടമ്പ, ഘടകകക്ഷികൾ ഇപ്പോൾ ചിരിച്ചു നിൽക്കുന്ന, പച്ചപ്പരവതാനി വിരിച്ച് VD സതീശനെ എതിരേൽക്കാൻ വെമ്പി നിൽക്കുന്ന മുസ്ലിം ലീഗ് ഇനി എത്ര മന്ത്രിമാരെ കൊടുക്കേണ്ടി വരും? മുസ്ലിം ലീഗിന് 4 മന്ത്രിമാരാണ് പണ്ടുണ്ടായിരുന്നത്. 5ാം മന്ത്രി സ്ഥാനത്തേക്ക് പിടിമുറുക്കുകയും മഞ്ചളാംകുഴി അനിയെ 5ാം മന്ത്രിയായി നിയമിക്കേണ്ടി വരികയും ചെയ്തപ്പോഴാണ് ഉമ്മൻചാണ്ടി സർക്കാർ അഗ്നിപരീക്ഷ നേരിട്ടത്. അത് മുതൽ തന്നെ ഈ കമ്മ്യൂണിറ്റികൾ, ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പുറത്തുള്ള കമ്മ്യൂണിറ്റികൾ UDFൽ നിന്നും അകലാൻ തുടങ്ങി. NSSും SNDP ഒക്കെ പണ്ട് തന്നെ അകന്നും അടുത്തുമൊക്കെ നിന്നതാണ്. SNDPയുടെ ഒന്നും പൂർണ്ണ പിന്തുണ കോൺഗ്രസിന് ഒരിക്കലും ലഭിച്ചിട്ടില്ല എന്ന് കൂടി ഓർക്കണം. NSSനും ഒരു മടുപ്പായിപ്പോയി. ഇനി മുസ്ലിം സമുദായത്തിന് തന്നെ പൂർണ്ണ പിന്തുണ 5 മന്ത്രിമാരെ കിട്ടിയിട്ട് പോലും പലരും മുസ്ലിം സമുദായത്തിൻ്റെ പല സംഘടനകൾ പല രീതിയിൽ പ്രവർത്തിച്ചു.
അവരെയെല്ലാം ഒരുമിച്ചൊരു ചരടിൽ കോർത്തിണക്കി കൊണ്ടുവന്നത് വി ഡി സതീശൻ്റെ മികവാണ്, ഒരു സംഘടനാ മികവാണ്. മാത്രമല്ല വി ഡി സതീശൻ എല്ലാ മതങ്ങളെക്കുറിച്ച്, അത് ഹിന്ദുമതമാണെങ്കിലും ക്രൈസ്തവ മതമാണെങ്കിലും ഇസ്ലാമാണെങ്കിലും മതസൂക്തങ്ങൾ നന്നായി പഠിച്ച് സംസാരിക്കുന്ന ഒരു വേദിയിൽ ചെന്നാൽ മതപരമായി ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുന്ന, പൊളിറ്റിക്കലി കറക്റ്റ് കാര്യങ്ങൾ കൂടി പറയാൻ കഴിയുന്ന, എഴുന്നള്ളിക്കാതിരിക്കാൻ ഉള്ള വിവേകമുള്ള ഒരു നേതാവാണ്. അങ്ങനെ ഒരു നേതാവിനെ ഇപ്പോൾ അണികൾ വിശ്വസിക്കുന്നു, മുസ്ലിം ജനസാമാന്യം പൊതുവെ വിശ്വസിക്കുന്നു, മുസ്ലിം ലീഗിൻ്റെ ഹാർട്ട് ത്രോബാണ്. പക്ഷെ കാര്യം വരുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കും? ഉപമുഖ്യമന്ത്രി സ്ഥാനം മുസ്ലിം ലീഗ് ആവശ്യപ്പെടുമോ? കുഞ്ഞാപ്പ എന്ന മുസ്ലിം ലീഗുകാർ സ്നേഹപൂർവ്വം വിളിക്കുന്ന, കേരള സമൂഹം വിളിക്കുന്ന PK കുഞ്ഞാലിക്കുട്ടിയെ ഉപമുഖ്യമന്ത്രിയാക്കേണ്ടി വരുമോ? ഒരു വലിയ അധികാര കേന്ദ്രമായി മുസ്ലിം ലീഗ് വരുമോ? ഇനി KC പക്ഷം കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി നിന്നുകൊണ്ട് വി ഡി സതീശന് വലിയ പ്രതിരോധം അല്ലെങ്കിൽ വലിയ ചെക്ക് വെക്കാൻ നോക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിലെ MLA മാരെ ഉപയോഗിച്ചുകൊണ്ട് വി ഡി സതീശനും ആ ക്യാമ്പും തടുക്കുമോ? ഇതിനെ തടുക്കുമോ? വലിയ ഭൂരിപക്ഷമുള്ളതുകൊണ്ട് ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. വലിയ ഭൂരിപക്ഷമാണ്, 102 സീറ്റുകൾ, 140 അംഗ നിയമസഭയിൽ 102 സീറ്റുകൾ എന്ന് പറയുമ്പോൾ സതീശന് മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അല്ലാതെ മുഖ്യമന്ത്രി പെട്ടെന്ന് താഴെ വീഴത്തൊന്നുമില്ല. ഏതെങ്കിലും ഒരു കക്ഷി പിന്തുണ പിൻവലിച്ചതുകൊണ്ടോ കോൺഗ്രസ് പാർട്ടിയിൽ പിളർപ്പൊന്നും ഉണ്ടാവില്ല. ഹൈക്കമാൻഡ് ആത്യന്തികമായി തീരുമാനിച്ചത് സതീശനെയാണല്ലോ. അപ്പോൾ സതീശനെ ആദ്യം മനസ്സോടെയും പിന്നീട് പൂർണ്ണ മനസ്സോടുകൂടിയും CLPയിലെ മഹാഭൂരിപക്ഷവും അംഗീകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, KC വേണുഗോപാൽ പ്രശ്നമുണ്ടാക്കാൻ രഹസ്യമായി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അത് ആത്യന്തികമായ പ്രശ്നമാണ്. ഓരോ വീഴ്ചയും വി ഡി സതീശനുണ്ടാകാൻ സാധ്യതയുള്ള ഓരോ വീഴ്ചയും, ഓരോ തെറ്റായ തീരുമാനവും ഓരോ തീരുമാനം, തെറ്റൊന്നും ശരിയുമല്ല, തീരുമാനവും തലനാരഴ കീറി പരിശോധിക്കും. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, സ്നേഹമുള്ള പ്രേക്ഷകർ, ഒന്നോർക്കൂ, 2006 അവസ്ഥയൊന്നോർക്കൂ. VS അച്യുതാനന്ദൻ സ്ഥാനാർത്ഥിയല്ല, ജനം തെരുവിലിറങ്ങി. ഇപ്പോൾ സതീശൻ അനുകൂലമായി തെരുവിലിറങ്ങിയതിന് സമാനമായ രീതിയിൽ അതിരൂക്ഷമായി പാർട്ടി അംഗങ്ങളും സാധാരണക്കാരും VS അച്യുതാനന്ദന് സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങി. 2006 പാർട്ടി പോളിറ്റ് ബ്യൂറോയ്ക്ക് തീരുമാനം തിരുത്തേണ്ടി വന്നു, കൊടുക്കൂ സീറ്റ്. VS അച്യുതാനന്ദൻ അങ്ങനെ സീറ്റ് ലഭിച്ചു, മത്സരിച്ചു, മലമ്പുഴയിൽ മത്സരിച്ചു. മാരാരിക്കുളത്തേറ്റ ഒരു പ്രഹരമുണ്ടല്ലോ, ആ ഓർമ്മയുള്ളതുകൊണ്ട് മലമ്പുഴ മത്സരിച്ചു, വിജയിച്ചു, മുഖ്യമന്ത്രിയായി. ശക്തനായ ആഭ്യന്തരമന്ത്രിയെ അവിടെ ഇരുത്തി, കോടിയേരി ബാലകൃഷ്ണനെ അവിടെ കൊണ്ടുവരികയാണ്. അപ്പം അങ്ങനെ മറുപക്ഷം, പിണറായി പക്ഷം സംഘടന പിടിച്ചെടുത്തു. മുഖ്യമന്ത്രിയായി VS അച്യുതാനന്ദൻ ഇരിക്കുമ്പോൾ പിണറായി പക്ഷം, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അതൊക്കെ മറന്നുപോയി കാണുമല്ലേ? ഇതൊക്കെ അന്ന് ഗ്രൂപ്പ് വഴക്കിൻ്റെ പാരമ്യത്തിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ, അല്ലെങ്കിൽ ഗ്രൂപ്പില്ല, അത് പിണറായി മാത്രമാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോഴും പിണറായി തന്നെ മുഖ്യമന്ത്രി ആവണമെന്ന് ചിന്തിക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് മാറി ചിന്തിക്കാൻ കഴിയുക? അങ്ങനെയല്ല. അന്ന് അച്യുതാനന്ദൻ അതിനെല്ലാം മറികടന്നത് പോരാട്ടങ്ങൾ നടത്തിയാണ്. മതികെട്ടാൻ മലയിൽ ചെല്ലുന്നു, കുടിയൊഴിപ്പിക്കലിന് വേണ്ടി നിൽക്കുന്നു, അല്ലെ പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് വേണ്ട പോരാട്ടങ്ങൾ ഏറ്റെടുക്കുകയാണ്. കേസുകളുടെ പുറത്ത് കേസുകൾ. മുഖ്യമന്ത്രിയായിരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം പല കാര്യങ്ങളും കേസ് ഫയൽ ചെയ്യുകയാണ്. അങ്ങനെ പാർട്ടി പിന്തുണയ്ക്കാൻ ഇല്ലാതെ വരുമ്പോഴും, പാർട്ടിക്കുള്ളിൽ ശക്തമായ വിമർശനം വരുമ്പോഴും, ഔദ്യോഗിക പാർട്ടി ലോബി വേറെ ഉണ്ടെങ്കിൽ പോലും അച്യുതാനന്ദന് വ്യക്തിപ്രഭാവം കൊണ്ട് ജനഹൃദയങ്ങളിൽ സ്ഥാനമുണ്ടായിരുന്നതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു, ജനങ്ങളുടെ വിശ്വാസം നേടാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് 2011 തെരഞ്ഞെടുപ്പിൽ, ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ തെരഞ്ഞെടുപ്പിൽ കേവലം ചെറിയ ഭൂരിപക്ഷത്തിനാണ് 72 സീറ്റ്, 71 മാജിക് നമ്പർ, ഒരു സീറ്റ് മാത്രമാണ് അധികം ഉണ്ടായിരുന്നത്. കേവലം 72 സീറ്റുകളുമായി UDF അധികാരത്തിൽ വന്നു. അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഭരണവിരുദ്ധ വികാരം കുറച്ചെങ്കിലും കുറച്ചു കൊണ്ടുവരാൻ പറ്റും. അന്നും ജനം തെരുവിലിറങ്ങി. അച്യുതാനന്ദൻ അന്നും സീറ്റ് നിഷേധിച്ചു. വീണ്ടും സീറ്റ് ലഭിക്കാൻ വേണ്ടി ജനം തെരുവിലിറങ്ങി. അങ്ങനെ ജനം വീണ്ടും തെരുവിലിറങ്ങിയത് ഒരു ജനകീയ പ്രതിച്ഛായ അച്യുതാനന്ദനെ സൃഷ്ടിച്ചതുപോലെ ജനം ഏൽപ്പിച്ച ചുമതലയാണ്. സംവിധായകർ മാത്രമല്ല, തെരുവിലിറങ്ങിയ ജനവും തെരുവിലിറങ്ങിയ സാധാരണ കോൺഗ്രസ്സുകാരും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന സാധാരണക്കാരുടെ പ്രാർത്ഥനയും എല്ലാം ചേർന്ന് ഒരു മുഖ്യമന്ത്രി സൃഷ്ടിക്കപ്പെട്ടു. മറ്റേത് ശക്തി എതിരെ വന്നാലും, അത് ഗ്രൂപ്പ് വഴക്കിൻ്റെ രൂപത്തിലോ ഘടകകക്ഷികളുടെ വിലപേശൽ രൂപത്തിലോ വന്നാലും തീർച്ചയായും സതീശന് മുന്നോട്ട് പോകാനാവും. ജനപിന്തുണയെ മാനിക്കാതിരിക്കാനാവില്ല. പക്ഷെ ജനങ്ങളെ വെറുപ്പിക്കുന്ന ധാർഷ്ട്യത്തിൻ്റെ സ്വരം
ധിക്കാരത്തിന് സ്വരം, അഹങ്കാരത്തിന് സ്വരം, പിണറായി വിജയനെ പോലെയുള്ള സ്വരം പുറപ്പെടുവിച്ചാൽ അതാണ് സതീശിൽ നിന്ന് വരുന്നതെങ്കിൽ ഈ പറയുന്ന ജനം, തോളിലേറ്റിയ ജനം താഴെ വയ്ക്കുന്ന കാലം വിദൂരമല്ല എന്നുകൂടി ഓർക്കണം. 2, കേരള കോൺഗ്രസിൻ്റെ 7 MLA മാർ 8 സീറ്റിൽ മത്സരിക്കുന്നു, 7 MLA മാർ ജയിപ്പിച്ചെടുക്കുന്നു. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 2 മന്ത്രിസ്ഥാനങ്ങൾ വേണമെന്നാണ്. യഥാർത്ഥത്തിൽ 1 മന്ത്രിസ്ഥാനം മാത്രമേ കോൺഗ്രസിൻ്റെ നിഘണ്ടുവിൽ ഉള്ളൂ കേരള കോൺഗ്രസിന് കൊടുക്കാൻ. മറ്റൊന്ന് കൊടുത്താൽ ഒരുപക്ഷെ ചീഫ് വിപ്പ്, അല്ല എങ്കിൽ ഒരുപക്ഷെ സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറോ സ്ഥാനം. ഇത് 2ൽ ഏതെങ്കിലും കൊണ്ട് ഒതുങ്ങേണ്ടി വരും. അല്ല എങ്കിൽ മറുത്തു നിൽക്കാനാണ് എങ്കിൽ കേരള കോൺഗ്രസിൽ വീണ്ടും കേരള കോൺഗ്രസ് ഒരു ശക്തി കേന്ദ്രമെന്ന് പറയാനാവില്ല എങ്കിലും ഇപ്പോഴത്തെ നിലയിൽ നല്ല ഭൂരിപക്ഷമുള്ളതുകൊണ്ട് കേരള കോൺഗ്രസിനെ ശക്തമായി വിലപേശാൻ ആവില്ല എന്ന് തന്നെ കരുതാം. എങ്കിലും അവിടെ ഒരു കല്ലുകടിയുണ്ട്. 3ാമത്തെ പ്രശ്നം വലിയ സങ്കീർണമായ വിഷയമാണ്. എങ്ങനെയാണ് വി ഡി സതീശന് ഒരു കമ്മ്യൂണിറ്റി ബാലൻസ് നിലനിർത്താൻ കഴിയുക? നോക്കൂ, നായർ മുഖ്യമന്ത്രി ഉണ്ടായിരിക്കുന്നു. തമാശക്കെങ്കിലും പറയും ആര് മുഖ്യമന്ത്രി ആയാലും അതൊരു നായർ മുഖ്യമന്ത്രിയാവും എന്ന്. കാരണം കോൺഗ്രസിൻ്റെ 3 നേതാക്കളും നായർ സമുദായത്തിൽപ്പെടുന്ന ആളുകളാണ്. അതായത് അങ്ങ് വടക്കു നിന്നുള്ള കണ്ണൂറുകാരനായ കെ സി വേണുഗോപാൽ ഒരു നമ്പ്യാർ വിഭാഗത്തിൽപ്പെടുന്ന ഒക്കെ നായർ സബ് കാസ്റ്റുകൾ അല്ലെങ്കിൽ ഉപവിഭാഗങ്ങളാണല്ലോ. വി ഡി സതീശൻ മേനോൻ ആണെന്ന് പറയപ്പെടുന്നു. അതുപോലെ ഇവിടെ രമേശ് ചെന്നിത്തല നായർ സമുദായത്തിൽപ്പെടുന്ന ആളാണ്. അപ്പോൾ എങ്കിലും ഒരേ കാസ്റ്റ് ഗ്രൂപ്പാണ്, ഹൈന്ദവ മുന്നോക്ക വിഭാഗം. അവിടെ നിന്നും ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ NSSൻ്റെ പിന്തുണ ഉണ്ടോ? NSSൻ്റെ പിന്തുണ കൊണ്ടല്ലല്ലോ ഭരിക്കുന്നത്. NSSൻ്റെ ജനറൽ സെക്രട്ടറിക്ക്, NSSനെന്നല്ല, നായന്മാർക്കെന്നല്ല, NSSൻ്റെ ജനറൽ സെക്രട്ടറിക്ക് ഹിതകരമല്ലാത്ത പല പരാമർശങ്ങളും സതീശിൽ നിന്നുണ്ടല്ലോ. അത് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ കൂട്ടി എന്നത് നോക്കണം. പക്ഷേ കഴിഞ്ഞ ദിവസം NSS ജനറൽ സെക്രട്ടറി ആദരണീയനായ G. സുകുമാരൻ നായരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്താവന വന്നു. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളാണ് കോൺഗ്രസിന് മേൽ, ഹൈക്കമാൻഡിന് മേൽ സമ്മർദ്ദം ചെലുത്തി തീരുമാനം വൈകിപ്പിക്കുന്നത്. വലിയ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു പ്രസ്താവനയാണ്. കാരണം ഇപ്പോൾ ഒരു കമ്മ്യൂണൽ ഡിസാർമണി ഒന്നുമില്ല. നായർ സമുദായത്തിൽ നിന്ന് തന്നെ ഒരു മുഖ്യമന്ത്രി വരുന്നതിൽ സന്തോഷിക്കേണ്ട NSSൻ്റെ ജനറൽ സെക്രട്ടറി ഒരുപക്ഷെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് വലിയ താല്പര്യം കാട്ടുന്നില്ല. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്നതിനാവും ഒരുപക്ഷെ താല്പര്യം. കാരണം NSS കോളേജിൽ പഠിച്ചു വളർന്ന് NSSനോട് വളരെ അടുത്ത് നിന്ന ഒരു സമയത്ത് താക്കോൽ സ്ഥാനം, NSSന് പ്രിയപ്പെട്ട ഒരാൾക്ക് താക്കോൽ സ്ഥാനം നൽകണമെന്ന് പറഞ്ഞതിൻ്റെ ബെനിഫിറ്റ് ലഭിച്ചത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. ആഭ്യന്തരമന്ത്രി സ്ഥാനം ആ താക്കോൽ സ്ഥാനമല്ലേ? ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ താക്കോൽ സ്ഥാനത്ത് വന്നത് രമേശ് ചെന്നിത്തലയല്ലേ? അത് ലഭിച്ചതാണ്. അപ്പോൾ NSSന് ഇത് പറയാൻ അർഹതയുണ്ടോ എന്നറിയില്ല. G. സുകുമാരൻ നായർക്ക് അർഹതയുണ്ടോ എന്നറിയില്ല. തീർച്ചയായും അത് പറഞ്ഞു വെച്ചു. മുസ്ലിം ലീഗ് സമ്മർദ്ദപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരു തരം സമ്മർദ്ദമല്ലേ? ഹൈക്കമാൻഡിന് മേൽ അവസാന നിമിഷത്തെ സമ്മർദ്ദമല്ലേ? മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദം കൊണ്ട് കോൺഗ്രസ് പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുന്നു എന്ന് ആരോപിക്കുമ്പോൾ അതിനർത്ഥം NSSും സമ്മർദ്ദം ചെലുത്തുന്നു എന്നല്ലേ? മുൻകാലത്ത് ചെലുത്തിയ സമ്മർദ്ദത്തിൻ്റെ ഗുണഫലമല്ലേ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയത് എന്നൊക്കെ പറഞ്ഞാൽ കാര്യം വഷളാകും. അതുകൊണ്ട് ആ രീതി മാറി നിൽക്കട്ടെ. കേരളത്തിലൊരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാവാതെ ഇരിക്കട്ടെ. ഇവിടെ ഒരു നായർ മുഖ്യമന്ത്രി അല്ല നമുക്ക് ആവശ്യം, ഒരു വ്യക്തിയാണ് മുഖ്യമന്ത്രി എന്ന എല്ലാ ജാതി മതത്തിനെയും ഒരുപോലെ കാണാൻ കഴിയുന്ന, ജാതിക്കും മതത്തിനും വംശത്തിനും വർണ്ണത്തിനും അതീതമായി ചിന്തകളെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു യുഗപ്രഭാവനയാണ് മുഖ്യമന്ത്രിയായി നമുക്ക് ആഗ്രഹിച്ചത് തന്നെയാണ് ലഭിച്ചത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. വി ഡി സതീശൻ നിലവിൽ ഒരു കമ്മ്യൂണൽ കളറുള്ള ആളല്ല. ഒരു കമ്മ്യൂണിറ്റിയെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച ഒരാളല്ല. കമ്മ്യൂണിറ്റികൾ പലതും സംപ്രീതരായി എന്നത് മറ്റൊരു കാര്യമാണ്. പക്ഷേ ആരെയും വെറുപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയണം. അല്ല എങ്കിൽ കമ്മ്യൂണിറ്റികൾ, SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വളരെയധികം ഖിന്നനാവും. അദ്ദേഹം ആരെയെല്ലാം തോൽപ്പിക്കണമെന്ന് പറഞ്ഞോ അവരെയെല്ലാം ജനം ജയിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ആര് മുഖ്യമന്ത്രി ആകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചോ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി കസേരയിൽ വന്നിരിക്കുന്നു. SNDPയിലെ ശരാശരി ഈഴവ സമുദായത്തിലെ ആളുകൾ ഒരുപക്ഷെ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കില്ല. നല്ലൊരു മുഖ്യമന്ത്രി, അഴിമതിയില്ലാത്തൊരു മുഖ്യമന്ത്രി എന്ന് മാത്രവും. പക്ഷേ ജനറൽ സെക്രട്ടറിക്ക് ഒരുപക്ഷെ ചില കണക്കുകൾ തീർക്കാനുണ്ട്. ഒരു പാളിച്ച വി ഡി സതീശനുണ്ടായാൽ ആദ്യം ശബ്ദിക്കുന്നത് NSS ജനറൽ സെക്രട്ടറിയും SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും ആയേക്കാം. അതാണ് വലിയ പ്രശ്നം. അതുകൊണ്ട് പ്രശ്നങ്ങളുടെ ഒരു വലിയ കൂമ്പാരം തന്നെ. സാമുദായിക സംഘർഷം, സാധ്യതകൾ,
കമ്മ്യൂണൽ റയറ്റ്സ് ഉണ്ടാകാൻ ഇതുവരെ പിണറായി വിജയൻ ഭരണകാലത്ത് കമ്മ്യൂണൽ റയറ്റ്സ് ഉണ്ടായിട്ടില്ല. മാറാട് കലാപമൊക്കെ പണ്ട് ഓർമ്മയിലുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കാര്യമായ കമ്മ്യൂണൽ റയറ്റ്സ് ഉണ്ടായില്ല. പക്ഷേ കമ്മ്യൂണൽ റയറ്റ്സ് എഞ്ചിനീയർ ചെയ്യപ്പെടാൻ നല്ല സാധ്യത ഉണ്ട്. എങ്ങനെയാണ്? ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ ഏതെങ്കിലും രൂപത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയോ വെൽഫെയർ പാർട്ടിയുടെയോ SDP-യുടെയോ ഏതെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും ഒരു സമ്മർദ്ദം സൃഷ്ടിച്ചാൽ അതാദ്യം കുറ്റപ്പെടുത്തുന്നത് VD സതീശനെയാവും. മുസ്ലിം സംഘടനകളെ ചേർത്ത് നിർത്തി, വോട്ടിന് വേണ്ടി മുസ്ലിം സംഘടനകളെ ചേർത്ത് നിർത്തി ഇപ്പോൾ ഇതാ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഹൈന്ദവ സംഘടനകളും ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയും എല്ലാം തന്നെ ആദ്യം കുറ്റപ്പെടുത്തുന്നത് VD സതീശനെയാവും. അപ്പോൾ പിന്തുണ കോൺഗ്രസ് പാർട്ടിയുടെ ലെജിസ്ലേറ്റീവ് പാർട്ടിയിൽ നിന്നും മറ്റ് ഘടകകക്ഷികളിൽ നിന്നും വേണ്ട പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുമോ, അതോ അദ്ദേഹം ഒറ്റയ്ക്ക് പോരാടേണ്ടി വരുമോ? എൻ്റെ പ്രതീക്ഷ ഒറ്റയ്ക്ക് പോരാടേണ്ടി വന്നാലും പോരാട്ട വീര്യം നിലവിൽ ഗ്രൗണ്ടിൽ തെളിയിച്ച ആളാണ് VD സതീശൻ. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒറ്റയ്ക്കല്ലേ പോരാടിയത്. ടീം UDF എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിന് കാര്യമായ മറ്റ് ബാഹ്യ പിന്തുണകളൊന്നും ലഭിച്ചതായി അറിവില്ല. അദ്ദേഹത്തിന് ഒരു സംഘടനയെയും ജനങ്ങളെ ഉദ്ദീപിപ്പിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഫലം വോട്ടായി മാറി. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ റീഡിങ്, ഇത്രയും ഷാർപ്പായ പൊളിറ്റിക്കൽ റീഡിംഗ് ഉള്ള ഒരു കോൺഗ്രസ് നേതാവിനെ സമീപകാലത്തേക്കും കണ്ടിട്ടില്ല. അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞതിന് സമാനമായ നമ്പേഴ്സാണ് ഓരോ ഉപതെരഞ്ഞെടുപ്പിലും, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും, തദ്ദേശ തെരഞ്ഞെടുപ്പിലും, എന്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റിലധികം. 1 ഡസൻ മന്ത്രിമാർ പരാജയപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ 1 ഡസനിൽ 1 മന്ത്രി കൂടുതൽ പരാജയപ്പെട്ടു LDF-ന്റെ. ഇതെല്ലാം തന്നെ കൃത്യമായ പൊളിറ്റിക്കൽ റീഡിംഗ് ഉള്ള, ശരിക്ക് ആളുകളെ, ക്രൗഡിനെ മാനേജ് ചെയ്യാൻ കഴിയുന്ന, ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം കയ്യിലെടുത്ത് മുന്നോട്ട് പോകാതെ ഗ്രൂപ്പ് കളിക്കാതെ തന്നെ ഇത്രടം വരെ എത്താൻ VD സതീശന് കഴിയുമെങ്കിൽ ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ കൂടി പിന്തുണയുള്ള സ്ഥിതിക്ക് തിരിഞ്ഞു നോക്കേണ്ട, സിനിമ ഡയലോഗ് പറഞ്ഞാൽ മോനെ സതീശ വിട്ടോടാ എന്ന് പറയാവുന്ന രീതിയിൽ, അപ്പോൾ പോ മോനെ സതീശ എന്നാരെങ്കിലും പറഞ്ഞാൽ അങ്ങനെയല്ല, തികച്ചും ഞാൻ ഈ കസേരയ്ക്ക് അർഹനാണ്, ഞാനിവിടെ ഇരിക്കും, കൊടുങ്കാറ്റ് വന്നാലും പേമാരി വന്നാലും സുനാമി വന്നാലും താനിവിടെ ഇരിക്കും, അള്ളിപ്പിടിച്ചായിരിക്കില്ല ഇരിക്കുന്നത്. ജനകീയ പ്രതിരോധത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് VS അച്യുതാനന്ദൻ തിളങ്ങിയതുപോലെ VD സതീശനും തിളങ്ങാൻ സാധിക്കും എന്ന പ്രതീക്ഷയോടെ ഇമ്മീഡിയറ്റ്ലി വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ജനസമക്ഷം അല്ലെങ്കിൽ പ്രേക്ഷകരുടെ സമക്ഷം പറഞ്ഞു, ഷെയർ ചെയ്തു എന്ന് മാത്രം. ഇങ്ങനെയൊന്നും അശുഭകരമായ ചിന്തകൾ ഉണ്ടാവാതിരിക്കട്ടെ, സാധ്യതകൾ മുൻകൂട്ടി കണ്ടു എന്ന് മാത്രം. ആ സാധ്യതകളെ അവസരമാക്കി മാറ്റിയെടുക്കാൻ VD സതീശൻ എന്ന പുതിയ മുഖ്യമന്ത്രിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.